ചുമ്മാ ഒരുന്ന് ഓരോന്നങ്ങ് പടച്ചു വിടും. കിട്ടിയാൽ ഊട്ടി അല്ലേ ചട്ടി, അങ്ങനെ ഒന്ന് എറിഞ്ഞു നോക്കിയിരുന്നു കോൺഗ്രസ് കഴിഞ്ഞ ദിവസം. പക്ഷെ സംഗതി ഒത്തില്ല എന്ന് മാത്രമല്ല, അടപടലം തകിടം മറിയുകയും കൂടി ചെയ്തു. പ്രീതി സിൻഹ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ബി.ജെ.പിക്ക് നൽകുകയും പകരമായി ന്യൂ ഇന്ത്യ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് 18 കോടിയുടെ ലോൺ എഴുതി തള്ളിയെന്നും കോൺഗ്രസ് സോഷ്യൽ മീഡിയയിലൂടെ ആരോപിച്ചതോടുകൂടിയാണ് സംഭവങ്ങളുടെ തുടക്കം. ഇത് സംബന്ധിച്ച് വിവാദ പോസ്റ്റ് കോൺഗ്രസിന്റെ കേരള ഘടകം ഔദ്യോഗിക പേജിലൂടെയാണ് ഷെയർ ചെയ്തത്. നിക്ഷേപകർ അവരുടെ പണത്തിനായി തെരുവിൽ അലയുകയാണെന്നും പോസ്റ്റിൽ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ന്യൂ ഇന്ത്യ കോപ്പറേറ്റീവ് ബാങ്കിന് മേൽ റിസർവ് ബാങ്ക് അടുത്തിടെ ഏർപ്പെടുത്തിയ പിൻവലിക്കൽ നിയന്ത്രണങ്ങളെ പരാമർശിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് കേരള ഘടകത്തിന്റെ ആക്ഷേപം. എന്നാൽ സംഭവം അറിഞ്ഞതോടുകൂടി അതിരൂക്ഷ പരാമർശങ്ങളോടെ പ്രീതി സിൻഹ രംഗത്ത് വരികയായിരുന്നു. ബി.ജെ.പി. സർക്കാർ ന്യൂ ഇന്ത്യ കോപ്പറേറ്റീവ് ബാങ്കിലെ താരത്തിന്റെ 18 കോടി രൂപയുടെ വായ്പ എഴുതി തള്ളാൻ സഹായിക്കുന്ന കോൺഗ്രസ് ആരോപണത്തിന് പിന്നാലെയാണ് കടുത്ത ഭാഷയിൽ നടി ഇതിനെതിരെ മറുപടി നൽകിയത്. എക്സ്പോസ്റ്റിലൂടെയായിരുന്നു നടിയുടെ പ്രതികരണം. വ്യാജ വാർത്ത പ്രചരിപ്പിക്കാൻ നാണമില്ലേ എന്നും താരം ചോദിച്ചിരുന്നു. മാത്രമല്ല, താൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സ്വയം കൈകാര്യം ചെയ്യുകയാണെന്നും വ്യാജ വാർത്തകൾ പ്രൊമോട്ട് ചെയ്തതിന് തനിക്ക് നിങ്ങളോട് ലജ്ജ തോന്നുന്നു എന്നും പറയുന്നു താരം. തനിക്കായി ആരും വായ്പ എഴുതി തള്ളിയിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധിയോ തന്റെ പേരും ചിത്രങ്ങളും ഉപയോഗിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും നികൃഷ്ടമായ ഗോസിപ്പുകളിലും ക്ലിക്ക് ബൈറ്റുകളിലും ഏർപ്പെടുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ താൻ ഞെട്ടിപ്പോയി എന്നും താരം വ്യക്തമാക്കുന്നു. താൻ ഒരു ലോൺ എടുത്തിരുന്നു എന്നും അത് തിരിച്ചടച്ചതായും താരം വ്യക്തമാക്കി. ഒരു ലോൺ എടുത്തത് പൂർണ്ണമായും തിരിച്ചടച്ചു, അതും 10 വർഷങ്ങൾക്ക് മുൻപ്. ഇത് വ്യക്തമാക്കുകയും ഭാവിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് പ്രീതി സിൻഹ പ്രതികരിച്ചത്. കൂടാതെ മാധ്യമ പ്രവർത്തകയും മണി ലൈഫിന്റെ സ്ഥാപകരിൽ ഒരാളുമായ സുജേത ദലാലിനെയും പ്രീതി സിൻഹ വിമർശിച്ചിരുന്നു. വായ്പ എഴുതിത്തള്ളൽ സംബന്ധിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തവരിൽ ഒരാളായിരുന്നു ദലാൽ. സ്വയം വലിയ ആളാവാൻ ശ്രമിക്കുകയാണ് സുജേത ദലാൽ എന്നായിരുന്നു പ്രീതി സിൻഹയുടെ ആരോപണം. അതിനിടെ നടിയുടെ പ്രസ്താവനയുടെ ലിങ്ക് സഹിതം അത് വ്യാജമാണെന്ന് പ്രീതി സിൻഹ തന്റെ ട്വിറ്റർ ഹാൻഡിൽ നിന്ന് വ്യക്തമാക്കി എന്ന കമ്മ്യൂണിറ്റി കുറിപ്പും കേരള കോൺഗ്രസിന്റെ പോസ്റ്റിൽ ചേർത്തിട്ടുണ്ട്. പ്രീതിയുടെ മറുപടിക്ക് പിന്നാലെ വിശദീകരണത്തിന് നന്ദി അറിയിച്ച കോൺഗ്രസ്, ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പാർട്ടി തയ്യാറാണെന്നും വ്യക്തമാക്കി. ഇതിൽ കൂടുതൽ ഇനി എന്തു പറയാൻ? അല്ലെങ്കിലും ആകെ നാണം കെട്ടാൽ പിന്നെ അതല്ലേ വഴിയുള്ളൂ. അതെ, ഞങ്ങൾ എല്ലാ തെറ്റുകളും അംഗീകരിക്കുന്നു, പക്ഷെ തിരുത്തൂല. അല്ല, നാണം കെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നും തരൂരിന്റെ കാലുമാറ്റവും ഹൈക്കമാൻഡിന്റെ ചീത്തവിളിയും കേട്ടോണ്ടിരുന്നാൽ ആർക്കായാലും ബോറടിക്കും. അപ്പൊ പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ഇളക്കം നല്ലതാണ്.